അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ A to Z വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്നും പറയുമ്പോൾ തന്നെ നമ്മളിന്ന് ഒരു ഹൗസ് ഓപ്പണിംഗ് ഉണ്ട്. ഹൗസ് ഓപ്പണിങ്ങിന് പോകാൻ പോകണം. ഞാനും നമ്മുടെ ഏട്ടായി ജഗ്ഗും കൂടി പോവാണ്. അപ്പോൾ അവിടെ പോകുമ്പോൾ എന്താണെന്നറിയോ, മെയിൻ മാറ്ററായിട്ട് വന്നിരിക്കുന്നതിൻ്റെ രഹസ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു ബുള്ളറ്റ് ഷോറൂം ഉണ്ട്. നമ്മുടെ കല്ലേക്കാടാണ്. കല്ലേക്കാട് നമ്മുടെ എന്താ പറയുക, അവിടെ ഒരു പോസ്റ്റ് ഓഫീസല്ല, എന്താ പറയുക, ശരി എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ കല്ലേക്കാട് നമ്മുടെ ഒരു ബുള്ളറ്റ് ഷോറൂം ഉണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഈ ഹൗസ് ഓപ്പണിങ്ങിന് പോയി വരുന്ന സമയത്ത് നമുക്ക് അവിടെയും കൂടി ഒന്ന് കയറണം. എന്തിനാന്ന് വെച്ചാൽ ഓണവും കാര്യങ്ങളൊക്കെ അല്ലേ, പറ്റിക്കഴിഞ്ഞ് നമുക്കൊരു ബുള്ളറ്റ് എടുക്കാമെന്നുള്ളൊരു ഫേസിലാണ്. അപ്പോൾ നമ്മൾ ബുള്ളറ്റും കാര്യങ്ങളും എടുക്കാനായിട്ട് നമ്മളിപ്പോൾ അവിടുത്തെ ഷോറൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ ചേട്ടായിമാരെ ഞങ്ങളിങ്ങനെ നൈസായി ഷോറൂമിലെത്തി. അവിടെ നിറയെ വണ്ടികൾ, അടിപൊളി ചന്തക്കാരൻ വണ്ടികൾ നിറയെ നിർത്തിയിട്ടുണ്ട്. അത് സർവീസിന് വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മളങ്ങനെ നോക്കി നല്ല നല്ല ഭംഗിയുണ്ട്, വണ്ടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ നൈസായിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറി. അങ്ങനെ ഉള്ളിലോട്ട് കയറി ഷോറൂമിൻ്റെ നിറയെ വണ്ടികളൊക്കെ നല്ല ചന്തത്തിൽ നിർത്തിയിട്ടുണ്ട്. ഒരു 5-8 തരം മോഡലുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളെ നമുക്ക് നോക്കാം. ഇത് പുതിയതാണ്. ഇത് എന്ത് റേറ്റ് പറഞ്ഞത്? 310 പഴയ എഞ്ചിൻ അല്ല, പുതിയ എഞ്ചിൻ തന്നെ, അതേ സെറ്റപ്പ് തന്നെ അല്ലേ? ഓഫ് റോഡ് കാറ്റഗറി. ഇതോ ഈ സാധനം ഇതോ ഇതെന്ത് റേറ്റ് വരുന്നുണ്ട് ഏകദേശം? ഇത് ബേസ് മോഡൽ 243. ടോട്ടലി ഞാൻ പറഞ്ഞ പോലുള്ള ലെവൽ വരുമ്പോൾ 300 എന്തായാലും ആവും ഏകദേശം അല്ലേ? പറഞ്ഞാൽ നമുക്ക് പഴയ മോഡൽ ബുള്ളറ്റ് ഒക്കെ കണ്ടു വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒക്കെ ബൈക്ക് സെറ്റപ്പ് പോലെ ആക്കിയിട്ടല്ലേ ഒരു, അതാണ് യഥാർത്ഥം. അപ്പോൾ ടൈം വരെ ഞങ്ങൾ 5-8 മോഡൽ വണ്ടിയൊക്കെ കണ്ടു. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആകെ വണ്ടി കേട്ടോ. അത് ആ പഴയ മോഡലിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് സെറ്റായിട്ട്. പക്ഷേ ഹെഡ് ലൈറ്റൊന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്കത് രസം തോന്നിയില്ല. ഡ്രസ്സൊക്കെ കാണും. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊക്കെ അടിപൊളി വണ്ടിയാണ്. നമ്മളെപ്പോലെ വയസ്സന്മാർക്കൊന്നും പറ്റില്ല കേട്ടോ. അതാണ് നമ്മുടെ ടേസ്റ്റൊന്നും ഇഷ്ടം പോരാ. നമ്മളാരും കുറ്റം പറയുന്നതല്ല കേട്ടോ. എല്ലാവർക്കൊക്കെ അടിപൊളിയായിരിക്കും. നമ്മളുടെ രീതിക്ക് അനുസരിച്ച് നമുക്ക് അത്ര സെറ്റായിട്ടില്ല. അപ്പോൾ ഓരോരോ വണ്ടികളൊക്കെ നമ്മളങ്ങനെ നോക്കി നൈസായിട്ട് നമ്മളങ്ങനെ പിന്നെ നല്ല വെളിയിലേക്ക് ഇറങ്ങി കേട്ടോ. ഏറ്റവും റേറ്റ് കമ്മി ഉദ്ദേശിച്ചിട്ടുണ്ട്. ചേട്ടായിമാരെ നമ്മൾ വണ്ടി ഓണമൊക്കെ അല്ലേ, ഓണമായിട്ട് നമുക്ക് വണ്ടി നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഷോറൂമിൽ കയറിയാണ്, നമ്മുടെ ബുള്ളറ്റ് ഷോറൂമിൽ. പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ നോക്കുമ്പോൾ ഒക്കെ പിള്ളേർക്ക് പറ്റിയ ആ ഒരു രീതിക്ക് അനുസരിച്ചുള്ള ബുള്ളറ്റാണെന്നേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് സ്റ്റാൻഡേർഡ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു, പക്ഷെ നമുക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. നമുക്ക് നമ്മുടെ രീതിക്ക് എന്താ വെച്ചാൽ പിന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം 35-40 എന്ന് പറഞ്ഞു. ഏകദേശം 40 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 കിട്ടുമായിരിക്കും. അതിൽ മേലെയൊന്നും കിട്ടാൻ പോരാ. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ബുള്ളറ്റ് റേറ്റ് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ നമുക്കത് ഇപ്പോഴത്തെ ഒക്കെ പിള്ളേരുടെ പോലെ പുതിയ മോഡലാണ് ഉണ്ടാക്കിയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. നമ്മുടെ ഇഷ്ടത്തിന് നോക്കുമ്പോൾ നമുക്കങ്ങോട്ട് സെറ്റായിട്ടില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. നോക്കിയിട്ടുണ്ടെങ്കിലും ഓണമായിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പൂശാന്നുള്ളൊരു ധാരണയുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇത്, അല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ വേറെ വണ്ടി ഒന്ന് നോക്കാമെന്നുള്ളൊരു പരിപാടിയുണ്ട്. നോക്കട്ടെ, എന്തായാലും സാഹചര്യം നോക്കിയിട്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ചെയ്യാം. പോവല്ലേ മൊത്തം. എന്നാൽ പിന്നെ നമ്മുടെ ഏട്ടനുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് കയറി നോക്കാൻ വേണ്ടി പോയത്. അവനൊന്നും അറിയില്ല. അവന് ശരി, എന്നാൽ പിന്നെ ഞങ്ങൾ പോകണം.